നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അഞ്ചൽ ഐലറയിലാണ് സംഭവം. ആഴാത്തിപ്പാറ നിരപ്പിൽ റജി, ഭാര്യ പ്രശോഭ എന്നിവരാണ് മരിച്ചത്. തഴവ ഗ്രാമപഞ്ചായത്തിലെ കശുവണ്ടി ഫാക്ടറി പാവുമ്പ റോഡ് വെള്ളക്കെട്ടിൽ. യാത്ര ദുസ്സഹം. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും വാഹനങ്ങളോ ആംബുലൻസോ എത്തുന്നില്ല. കരുനാഗപ്പള്ളി കന്നേറ്റി ശ്രീനാരായണ ട്രോഫി ജലോത്സവം. ധനസമാഹരണത്തിന് തുടക്കമായി. രമേശ് ചെന്നിത്തല MLA ധനസമാഹരണം ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അഞ്ചൽ ഐലറയിലാണ് സംഭവം. ആഴാത്തിപ്പാറ നിരപ്പിൽ റജി വിലാസത്തിൽ റജി, ഭാര്യ പ്രശോഭ എന്നിവരാണ് മരിച്ചത്. കുടുംബ പ്രശ്നങ്ങളാണ് സംഭവങ്ങൾക്ക് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന സൂചന. അഞ്ചൽ ഐലറയിൽ ആഴാത്തിപ്പാറ നിരപ്പിൽ റജി വിലാസത്തിൽ റജി, ഭാര്യ പ്രശോഭ എന്നിവരാണ് മരിച്ചത്. ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചെന്നാണ് പോലീസ് പറയുന്നത്. പ്രശോഭയുടെ മൃതദേഹം അടുക്കളയിലും റജിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടത്. കോടാലി കൊണ്ട് തലക്കടിയേറ്റ് രക്തം വാർന്നാണ് പ്രശോഭ മരിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. റജി ഭാര്യയുമായി വഴക്ക് പതിവായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു. ഉച്ചകഴിഞ്ഞ് 2:45 കൂടിയിട്ടാണ് ഇവിടുത്തെ തൊട്ടടുത്തുള്ള വീട്ടുകാർ വിളിച്ചത്. അങ്ങനെ ആള് തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞാണ് വിളിച്ചത്. അങ്ങനെ വന്ന് കതവ് തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് ഈ രണ്ടുപേരുടെയും അമ്മ അടുക്കളയിൽ മരിച്ചു കിടക്കുന്നതായിട്ട്, അദ്ദേഹം അവിടെ തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. 2 മക്കളാണുള്ളത്, 2 പെൺമക്കളാണുള്ളത്. അതിൻ്റെ മൂത്ത ആളാണ് ഇവിടെ വന്ന് തിരക്കിയപ്പോൾ ആളെ കാണുന്നില്ല, വിളിച്ചിട്ട് അനക്കമില്ല. അങ്ങനെ ജനൽ കൂടി നോക്കിയപ്പോഴാണ് അയാൾ കണ്ടത്. അങ്ങനെ തൊട്ടടുത്തുള്ള വീട്ടുകാരെ അയാൾ വിളിച്ചറിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെയും വിളിച്ചത്. സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല. പുള്ളി മദ്യപിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നമായിരിക്കണം എന്നുള്ളതാണൊരു ആദ്യ നിഗമനം. പിന്നെ ബാക്കിയെല്ലാം ഇപ്പോൾ ഫോറൻസിക്കും സയൻറ്റിഫിക്കും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ വന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കൊരു സ്ഥിരീകരണത്തിലേക്ക് വരാനായിട്ട് കഴിയൂ. കഴിഞ്ഞ ദിവസവും രാത്രി വീട്ടിൽ വഴക്കുണ്ടായിരുന്നതായി സമീപവാസികൾ പറയുന്നുണ്ട്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ മകൾ അമ്മയെ ഫോൺ വിളിച്ചെങ്കിലും കിട്ടിയില്ല. മകൾ വീട്ടിലെത്തി ജനലിലൂടെ നോക്കിയപ്പോൾ അച്ഛൻ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. തുടർന്ന് സമീപവാസികളെ അറിയിച്ചു. പോലീസ് എത്തി കതക് ചവിട്ടി തുറന്ന് നോക്കിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത്. ഫോറൻസിക് വിഭാഗവും സയന്റിഫിക് വിഭാഗവും വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി. ഏരൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വില്യം ഷേക്സ്പിയറുടെ ഒഥല്ലോ കഥകളി രൂപത്തിൽ അരങ്ങിലെത്തിയപ്പോൾ കഥകളി ആസ്വാദകർക്ക് നവ്യാനുഭവമായി. ഫാക്ടു മോഹൻ ഒഥല്ലയായും, മധു വാരണാസി ഡെസ്ഡിമോണയായും, കലാമണ്ഡലം പ്രശാന്ത് ഇയാഗോ ആയും അരങ്ങിലെത്തി. വിവാഹാനന്തരം ഒഥല്ലോയും ഡെസ്ഡിമോണയുമായുള്ള പ്രണയ സല്ലാപത്തോടെയാണ് ആദ്യ രംഗം തുടങ്ങുന്നത്. കാസിയോയുടെ സമക്ഷം തന്റെ പ്രണയ സമ്മാനം കണ്ട ഒഥല്ലോ ഭാര്യയെ തെറ്റിദ്ധരിക്കുന്നതുൾപ്പെടെയുള്ള രംഗങ്ങൾ ആസ്വാദനത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് അനുവാചകനെ കൊണ്ടുചെല്ലുന്നതായി. ഇയാഗോ എമിലിയയെ വധിക്കുന്നതും കുറ്റബോധത്താൽ ഒഥല്ലോയുടെ മരണവും രംഗഭാഷയെ മനോഹാരിതമാക്കി. വില്യം ഷേക്സ്പിയറുടെ ഒഥല്ലോ നാടകത്തിന്റെ കഥകളി ആവിഷ്കാരം കഥകളി പ്രേമികൾക്ക് നവ്യാനുഭവമായി. മാവേലിക്കര കഥകളി ആസ്വാദക സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഒഥല്ലോയുടെ കഥകളി ആവിഷ്കാരം അരങ്ങേറിയത്. 4 രംഗങ്ങളിലായാണ് ഒഥല്ലോ അരങ്ങിലെത്തിയത്. വിവാഹാനന്തരം ഒഥല്ലോയും ഡെസ്ഡിമോണയും തമ്മിലുള്ള പ്രണയസല്ലാപവും പ്രണയ സമ്മാനമായ വസ്ത്രം കൈമാറുന്നതുമാണ് ആദ്യ രംഗത്തിൽ. ഇയാഗോ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒഥല്ലോ വന്ന വാർത്തയറിയുന്നതും പ്രഥമ സേനാനായകനായ ഒഥല്ലോയുടെ വളർച്ചയിൽ അസൂയാലുവായ ഇയാഗോ ഒഥല്ലോയെ നശിപ്പിക്കാൻ ഡെസ്ഡിമോണയെ കാമിക്കുന്ന റോഡ്രിഗോയെ കൂട്ടുപിടിക്കുന്നതുമായ 2ാം രംഗം ആസ്വാദകരെ ഏറെ ആകർഷിച്ചു. കാസിയോ ഡെസ്ഡിമോണയുടെ അടുത്തെത്തി തന്നെ തിരികെ സേനയിലെടുക്കുന്നതിന് ഒഥല്ലോയോട് ശുപാർശ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നതും ഡെസ്ഡിമോണ അത് സമ്മതിക്കുന്നതും ഇയാഗോയുടെ ഭാര്യ എമിലിയ
ഒഥല്ലോ ഡെസ്ഡിമോണയ്ക്ക് നൽകിയ പ്രണയസമ്മാനം അപഹരിച്ച് ഭർത്താവിന് നൽകുന്നതുമായ ഭാഗമാണ് മൂന്നാം രംഗത്തിലുള്ളത്. നാലാമത്തെ രംഗത്തിൽ ഡെസ്ഡിമോണയെ ഒഥല്ലോ അവഹേളിക്കുന്നതും എമിലിയ പ്രണയസമ്മാനം മോഷ്ടിച്ച ചരിത്രം ഒഥല്ലോയെ അറിയിക്കുന്നതും ഇയാഗോ എമിലിയയെ വധിക്കുന്നതുമായ ഭാഗമാണ് നാലാമതായുള്ളത്. ചതി തിരിച്ചറിഞ്ഞ ഒഥല്ലോ ഇയാഗോയെ അംഗഭംഗം വരുത്തുന്നതും കുറ്റബോധത്താൽ മനസ്സ് തകർന്ന് ഒഥല്ലോ സ്വയം മരണം വരിക്കുന്നതുമായ രംഗങ്ങൾ ഏറെ ഭാവപൂർണമായി അവതരിപ്പിച്ചു. മാവേലിക്കര കഥകളി ആസ്വാദക സംഘത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു കഥകളി അരങ്ങേറിയത്. മധു വാരണാസിയാണ് ഒഥല്ലോയെ കഥകളി രൂപത്തിലാക്കിയത്. മധു വാരണാസി തന്നെ ഡെസ്ഡിമോണയായി വേഷമിടുകയും ചെയ്തു. ഫാക്ട് മോഹൻ ഒഥല്ലോയായും, കലാമണ്ഡലം പ്രശാന്ത് ഇയാഗോയായും, കലാമണ്ഡലം അരുൺ എമിലിയയായും, കലാമണ്ഡലം നിധിൻ ബാലചന്ദ്രൻ റോഡ്രിഗോയായും, കലാമണ്ഡലം വിശാഖ് കാസിയോയായും രംഗത്തെത്തി. ഏവൂർ കണ്ണമ്പള്ളിൽ കഥകളി യോഗമാണ് കഥകളി രംഗത്ത് എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര. കരുനാഗപ്പള്ളി കന്നേറ്റി ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിന്റെ ധനസമാഹരണത്തിന് തുടക്കമായി. രമേശ് ചെന്നിത്തല MLA ധനസമാഹരണം ഉദ്ഘാടനം ചെയ്തു. ചിങ്ങത്തിലെ ചതയ ദിനത്തിലാണ് ശ്രീനാരായണ ട്രോഫി ജലോത്സവം നടക്കുന്നത്. കരുനാഗപ്പള്ളി കന്നേറ്റിക്കായലിൽ നടക്കുന്ന ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിന്റെ ധനസമാഹരണത്തിന് തുടക്കമായി. രമേശ് ചെന്നിത്തല MLA വസ്ത്രവ്യാപാരിയായ ജൌഹറിൽ നിന്നും ധനസമാഹരണത്തിന്റെ ആദ്യ തുക ഏറ്റുവാങ്ങി. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇതിന്റെ ഉദ്ഘാടന കർമ്മം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ്. ശ്രീനാരായണ പവലിയനിൽ നടന്ന ചടങ്ങിൽ CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. അഞ്ചാമത് ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിന്റെ ഫണ്ട് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിച്ചിരിക്കുകയാണ്. നമ്മുടെ കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ വസ്ത്ര വ്യാപാരശാലയായ സുറുമി, ആ സുറുമിയാണ് ഇത്തവണ സുറുമ വെഡിങ് സെൻ്ററാണ് നമ്മുടെ ഫണ്ട് ഉദ്ഘാടനം ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ പ്രമുഖ ചുണ്ടൻവള്ളങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. നഗരസഭാ ചെയർമാൻ ശ്രീ പടിപ്പുര ലത്തീഫ്, മുൻ ചെയർമാൻ ശ്രീ കോട്ടയിൽ രാജു, കൗൺസിലർ ശ്രീമതി ശാലിനി, ജലോത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ശ്രീ പ്രവീൺ കുമാർ, അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഈ വള്ളംകളിയുമായ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന ശ്രീ അനിലസ് കല്ലേരി ഭാഗം. നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ്, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് കല്ലേരി ഭാഗം, കൗൺസിലർമാരായ ശാലിനി രാജീവൻ, കോട്ടയിൽ രാജു, SNDP യൂണിയൻ പ്രസിഡന്റ് സുശീലൻ, സെക്രട്ടറി സോമരാജൻ, ജനറൽ ക്യാപ്റ്റൻ എസ് പ്രവീൺകുമാർ, കുളച്ചവരമ്പിൽ ഷാജഹാൻ, സുരേഷ് കൊട്ടുകാട്, മുരളീധരൻ, ജോബ്, താഹിർ, കരിമ്പാലിൽ സദാനന്ദൻ, KK രവി, R മുരളി, ബിനോയ് കരിമ്പാലിൽ, സരിത അജിത്ത്, ബഷീർ അവർമാക്സ്, KK രവി, യസുത്തമൻ, സതീശൻ ഭണ്ഡാരത്തുരുത്ത്, തയ്യൽ തുളസി, രാജു കൊച്ചുതൊണ്ടയിൽ, ശിവൻ കൊല്ലക എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തഴവ ഗ്രാമപഞ്ചായത്തിലെ ചേലക്കോട്ടുകുളങ്ങര മന്ദിരമുക്ക് കശുവണ്ടി ഫാക്ടറി മുതൽ പാവുമ്പ വരെയുള്ള റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങി. യാത്രയും ദുസ്സഹമായി. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും വാഹനങ്ങളോ ആംബുലൻസോ വിളിച്ചാൽ പ്രദേശത്തേക്ക് വരില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. റോഡാണോ തോടാണോ എന്ന തിരിച്ചറിയാനാകാത്ത സ്ഥിതിയിലാണ് തഴവ ഗ്രാമപഞ്ചായത്തിലെ ചേലക്കോട്ടുകുളങ്ങര മന്ദിരമുക്ക് കശുവണ്ടി ഫാക്ടറി മുതൽ പാവുമ്പ വരെയുള്ള റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങിയതോടെ നരകയാത്രയാണ് ഇതുവഴി. റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം വാഹനങ്ങൾ കൊണ്ടുപോലും പുറത്തേക്കിറങ്ങാനാകാതെ വലയുകയാണ് ഇവിടെയുള്ളവർ. വടക്കുവശം കലങ്കിന്റെ പിന്നെ വടക്കുവശം ഒരു 100 മീറ്റർ, ഇത്രയും ഭാഗം റോഡൊന്ന് ഹൈറ്റ് ആയാൽ മതി. വെള്ളം വീട്ടിലോട്ട് കയറുന്നത് നമുക്കൊരു പ്രശ്നമല്ല. വീട്ടിലോട്ട് അങ്ങനെ റോഡ് കയറുന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ട് കയറാവില്ല. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും വാഹനങ്ങൾ വിളിച്ചാൽ എത്താത്ത സാഹചര്യമാണുള്ളത്.
ആംബുലൻസ് പോലും ഇതുവഴി വരാൻ മടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. കൊണ്ട് ഇവിടുന്ന് അവിടം വരെ കസേര വെച്ച് ചുമന്ന് കൊണ്ടുപോയി. ഈ അച്ഛനും മോനൂടെ ചുമന്ന് കൊണ്ടുപോയി അമ്മൂമ്മയെ കൊണ്ടുപോയത് കഴിഞ്ഞ വർഷം. ഇത്രയും ഒരു ബുദ്ധിമുട്ട് ഈ അനുഭവിച്ച് നമ്മളിവിടെ ജീവിക്കുന്നത്. പതിറ്റാണ്ടുകളായി തകർന്ന വെള്ളക്കെട്ടായ റോഡിലെ കുഴിയിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. തെരുവുവിളക്കുകൾ പ്രകാശിക്കാത്തതുകൊണ്ട് രാത്രികാല യാത്ര പലപ്പോഴും അപകടക്കെണിയായും മാറുന്നു. MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളോട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും വെള്ളക്കെട്ടിന് ഇതുവരെയും പരിഹാരമുണ്ടായിട്ടില്ല. ഇവിടെ ഒരു 200 മീറ്റർ ഈ കലങ്ങിന് തെക്കുവശോ 200 മീറ്റർ കലങ്ങിന് വടക്കുവശോ റോഡ് ഒരു 2 അടി പൊക്കിയാൽ നമുക്ക് യാത്രാ സൗകര്യം കറക്റ്റായിട്ട് കിട്ടും. അല്ലാതെ പിന്നെ ഇത് വർഷങ്ങളായിട്ടുള്ള പരാതിയാണ്. ഇതുവരെ ആരും തിരിഞ്ഞു നോക്കാറില്ല. MPമാരോടും MLAമാരോടും മറ്റ് ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അഖില കേരള കുടിപ്പള്ളിക്കുടം ആശാൻ അസോസിയേഷൻ സ്പെഷ്യൽ കൺവെൻഷൻ ചവറയിൽ നടത്തി. ആശാന്മാരുടെ പ്രതിമാസ വേതനം വർദ്ധിപ്പിച്ച സർക്കാരിനെ അഭിനന്ദിക്കുന്നതിന്റെ ഭാഗമായാണ് കൺവെൻഷൻ നടത്തിയത്. അഖില കേരള കുടിപ്പള്ളിക്കൂടം ആശാൻ അസോസിയേഷൻ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷൻ നടത്തി. ആശാന്മാരുടെ പ്രതിമാസ വേതനം 1000 രൂപയിൽ നിന്ന് 2000 രൂപയായി വർദ്ധിപ്പിച്ച സർക്കാരിനെ അഭിനന്ദിക്കാനും നേതാക്കന്മാരെ അനുമോദിക്കാനുമാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ചവറ ശങ്കരമംഗലം SNDP യൂണിയൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. ഇത് നിരന്തര പോരാട്ടത്തിലൂടെ നടത്തിയ ഈ ശ്രമങ്ങൾ സർക്കാർ നടപ്പാക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ നേരത്തെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ ഗ്രാമപഞ്ചായത്തുകളുടെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കർമ്മം നിർവഹിക്കേണ്ടത്. അപ്പം ഓരോ പഞ്ചായത്തുകളുടെ പരിധിയിൽ വരുന്നിട്ടുള്ള കുടിപ്പള്ളിക്കുടം ആശാന്മാരുടെ ലിസ്റ്റ് കൃത്യമായിട്ട് പലരും വാർദ്ധക്യ സഹിതമായ അസുഖം കാരണം ഒരു പക്ഷേ ഈ വിവരം പോലും അതിൽ കാണത്തില്ല. അപ്പം നമ്മുടെ പഞ്ചായത്തിലുള്ള ഓരോരുത്തരെയും കൃത്യമായി അറിയിക്കുകയും ആ ലിസ്റ്റുകൾ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടത് കൂടി സംഘടന ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇതിന്റെ ഒരു പ്രതിസന്ധി ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ചവറ ഗ്രാമപഞ്ചായത്തിനോ പന്മന ഗ്രാമപഞ്ചായത്തിനോ ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. തനത് കൊണ്ട് അത്യാവശ്യമുള്ള പഞ്ചായത്തുകളാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക പഞ്ചായത്തുകളും അതങ്ങനെയല്ല. നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഇത്തുമ്പാവം, നീണ്ടകര, ചേവലക്കര പഞ്ചായത്തുകളൊക്കെ തനതിന്റെ ഫണ്ടിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് പിന്നോട്ടാണ്. അങ്ങനെയുള്ള പഞ്ചായത്തുകൾ ഒരുപക്ഷെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പ്രയോറിറ്റൈസ് ചെയ്യണം, മുൻഗണന കൊടുക്കണം. അപ്പോൾ മുൻഗണന തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആശാന്മാരുടെ ഗ്രാൻഡിന്റെ കാര്യത്തിൽ പഞ്ചായത്തിന്റെ മുൻഗണന കൊടുക്കുവാനുള്ള ഒരു ശ്രമം കൂടി നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ വരണം. അതുകൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ആശാന്മാരുടെ ഒരു ചരിത്രത്തെക്കുറിച്ച് സവിസ്തരം തന്നെ ഒരു അനുഭവത്തിലൂടെ തന്നെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വളരെ ഹൃദ്യമായ ഭാഷയിൽ, ഹൃദയത്തിൽ തൊടുന്ന ഭാഷയിൽ സംസാരിക്കുകയുണ്ടായി. ചവറ സുരേന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു. ആർ പവിത്രൻ ആദരവ് നിർവഹിച്ചു. ഇടക്കുളങ്ങര തുളസി, അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ, ഓച്ചിറട്ടി ഗംഗാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്തോടായാലും പഞ്ചായത്ത് പ്രസിഡന്റായാലും നിലത്തിരുത്താശന്മാരെ കാണാത്തവരായാലും നമ്മളെല്ലാവരും ആനുഭവത്തിരിക്കുമ്പോൾ താഴെ ഇറങ്ങിയ സമാനം ആദ്യം താഴെ ഇറങ്ങിയ കാലത്ത് നമ്മളെ ചെവിക്ക് പിടിച്ച് നമ്മളെ കൊണ്ടുപോയി സ്നേഹത്തോടെ ഇടമാണ് ഈ ആശാന്തി ആശാൻ കേന്ദ്രം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ആശാന്തി എന്തൊരു ആശാന്തി ഉണ്ടായിരുന്നു. നമ്മളെ വാര്യത്തെ ആശാന്തി പഠിപ്പിക്കാൻ കഴിക്കുമ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ ആശാന്റെ ജനിച്ചു പോകുമ്പോഴത്തേക്ക് ഞാൻ കിട്ടിയില്ല. എനിക്ക് പഠിക്കുന്നതിനുള്ള യോജിപ്പായതുകൊണ്ടാണ് ഞാൻ ഒറ്റ ഓണത്തിൽ കിട്ടിയത്. ആശാന്റെ അവസരം ബുദ്ധിമുട്ടി വേറൊരു ആശാനെ പറഞ്ഞ് ബുദ്ധിമുട്ടാണ് അതിനെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ ആശാൻ പള്ളിപ്പുറം എനിക്ക് ഓർക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ മനസ്സിലേക്ക് കൂടി വരും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ മനസ്സിൽ സമ്മാനിക്കുന്ന എല്ലാവരും സമ്മാനിക്കുന്ന ഒരിടമാണ് ആശാൻ പള്ളിപ്പുറം. ഈ ആശാൻ പള്ളിപ്പുറം എന്ന് പറഞ്ഞാൽ അവിടെ ആശാനായാലും അവിടെ എത്ര സ്നേഹത്തോടുകൂടിയാണ് നമ്മളെ അവിടെ പരിപാലിക്കുന്നത്. അവിടെ എന്ത് വഴക്കമൊക്കെ പറയുന്നത് നഖം നീട്ടി വളർത്തിയ ആശാന്മാരെ പണ്ട് വിളിയായിരുന്നു. നഖം നീട്ടി വളർത്തുന്ന ആശാന്മാരുടെ ലക്ഷണമായിരുന്നു. ഈ നഖം നീട്ടി വളർത്തുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഓർമ്മല്ല, അത് നമ്മുടെ ഒന്നും സ്നേഹത്തോടെ അനുഭവം ഭയപ്പെടുത്താം. ന്യൂസ് ബ്യൂറോ, ചവറ. യുവതിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ കാട്ടി പണം തട്ടാൻ ശ്രമിച്ച സെയിൽസ്മാൻ അറസ്റ്റിൽ. കൊല്ലം മൈനാഗപ്പള്ളി സ്വദേശി അജാസ് ആണ് അറസ്റ്റിലായത്.
കടക്കലിലാണ് സംഭവം. വിവാഹ വസ്ത്രം വാങ്ങാനെത്തിയ 24 വയസ്സുകാരുടെ ഫോട്ടോ എടുത്ത ശേഷം മോർഫിംഗിലൂടെ നഗ്ന ചിത്രങ്ങൾ നിർമ്മിച്ച് പണം തട്ടാൻ ശ്രമിക്കുകയായിരുന്നു. വിവാഹ വസ്ത്രം വാങ്ങാനെത്തിയ യുവതിയുടെ ചിത്രം മൊബൈൽ ഫോണിൽ പകർത്തി മോർഫിംഗിലൂടെ നഗ്ന ചിത്രങ്ങളാക്കി ഉമ്മയെ കാണിച്ച് ലക്ഷങ്ങൾ തട്ടാൻ ശ്രമിച്ച കേസിലാണ് സെയിൽസ്മാനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മൈനാഗപ്പള്ളി നല്ലതറ കിഴക്കതിൽ 34-കാരനായ അജാസ് ആണ് പിടിയിലായത്. കഴിഞ്ഞ വർഷം വിവാഹ വസ്ത്രങ്ങൾ വാങ്ങാനായാണ് യുവതി കടക്കലിലെ വസ്ത്രവ്യാപാരശാലയിലെത്തിയത്. ഇവിടെ എത്തിയ പെൺകുട്ടിയുടെ ചിത്രം ഇയാൾ ഫോണിൽ പകർത്തുകയായിരുന്നു. ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയുടെ ബന്ധുവിൽ നിന്ന് കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ ശേഷമാണ് യുവതിയുടെ വീട്ടിലെത്തി നഗ്നചിത്രങ്ങൾ കാണിച്ചു കൊടുത്തത്. 1 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ഇയാൾ പറഞ്ഞു. പലതവണ ഇയാൾ വീട്ടിലെത്തി ഉമ്മയെ ഭീഷണിപ്പെടുത്തി. ഈ സാഹചര്യത്തിലാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത്. പോലീസ് അന്വേഷിച്ചെത്തിയപ്പോൾ ഇയാൾ കടയിൽ നിന്നും മുങ്ങി. കഴിഞ്ഞ ദിവസം ഇയാൾ തമിഴ്നാട്ടിലുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. തുടർന്ന് തമിഴ്നാട്ടിലെ രാമനാഥപുരത്തെത്തി അവിടെ ഇയാൾ ജോലി ചെയ്യുകയായിരുന്ന സൂപ്പർമാർക്കറ്റിൽ നിന്നും പിടികൂടുകയായിരുന്നു. കടക്കൽ SHO സുബിൻ തങ്കച്ചൻ, SI സിജു സജിൻ, അൻസാദ് തുടങ്ങിയവരായിരുന്നു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബഹുമുഖ പ്രതിഭകൾക്ക് അനുമോദനവും നൽകി. സേവാഭാരതി ശൂരനാട് വടക്ക് പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പും അനുമോദനവും സംഘടിപ്പിച്ചത്. ശാസ്താംകോട്ട ആസ്റ്റർ PMF ആശുപത്രിയുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ് നടത്തിയത്. സേവാഭാരതി ശൂരനാട് വടക്ക് പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ബഹുമുഖ പ്രതിഭകൾക്ക് അനുമോദനവും നൽകി. ശാസ്താംകോട്ട ആസ്റ്റർ PMF ആശുപത്രിയുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആനേടിയിൽ സംഘടിപ്പിച്ച ക്യാമ്പ് സേവാഭാരതി കൊല്ലം ജില്ലാ പ്രസിഡന്റ് S സോമൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് R രാമചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി DS സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. ഡോക്ടർ R രാജഗോപാലിന് സ്മൃതിദീപ പുരസ്കാരം S സോമൻ സമ്മാനിച്ചു. വിദ്യാജ്യോതി പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിച്ചു. സേവാഭാരതി കൊല്ലം ജില്ലാ സെക്രട്ടറി R സുജിത്, CV ശാന്തകുമാരി, J ഓമനക്കുട്ടൻ നായർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശൂരനാട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള 2ാമത്തെ ജില്ല കൊല്ലമാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. ചിന്നക്കടയിൽ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആസ്ഥാന മന്ദിരമായ ONV സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാലാനുസൃത മാറ്റങ്ങളുടെ ഭാഗമായി ഡിജിറ്റൽ സങ്കേതങ്ങളിലൂടെ വായനയുടെ പ്രയാണം തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. പഴയ അറിവുകളും സാഹിത്യ പൊതുമണ്ഡലങ്ങളിലെ മൺമറഞ്ഞ മഹാരഥന്മാരെ പുതുതലമുറ അറിയുന്നത് ഡിജിറ്റൽ വായനയിലൂടെയാണെന്ന് ചിന്നക്കടയിൽ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആസ്ഥാന മന്ദിരമായ ONV സെന്റർ നാടിന് സമർപ്പിച്ച് മന്ത്രി പറഞ്ഞു. ലൈബ്രറി പ്രസ്ഥാനത്തിന് വളരെ വലിയ ചരിത്രമുണ്ട് എന്ന് എന്നെക്കാളും അറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ജില്ലയിൽ ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ ഓഫീസ് വളരെ മനോഹരമായ ഒരു കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു, അതിന് ഓഫീസാകുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. നമുക്ക് ലോകത്തിന് മുമ്പിൽ എടുത്തു കാണിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൊല്ലംകാരൻ, കൊല്ലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളായ ONV സാറാണ് ഈ കെട്ടിടത്തിൻ്റെ തറക്കല്ലിട്ടത് എന്നുള്ളത് വളരെ സന്തോഷകരവും അഭിമാനകരവും. പുതുതലമുറയെ വായനയിലേക്ക് ആകർഷിക്കാൻ ഗ്രന്ഥശാലകളിൽ ഡിജിറ്റൽ സൈബർ വായനയ്ക്ക് ഇടമൊരുക്കണമെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി J ചിഞ്ചുറാണി ചൂണ്ടിക്കാട്ടി. ഗ്രന്ഥശാല പ്രവർത്തകർ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു ഇരിപ്പിടത്തിനാണ് ഇന്നിവിടെ തിരശ്ശീല ഉയർന്നത്. ലൈബ്രറി കൗൺസിലിന് വേണ്ടി ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന് ശില പാകിയത് നമ്മുടെ മലയാളത്തിൻ്റെ നിലാവായ പ്രിയ കവി ONV സാർ ആണെന്നത് ഈ അവസരത്തിൽ അഭിമാനത്തോടുകൂടി ഓർക്കുകയാണ്. സർഗാത്മകമായ ഒരു നാടിനെ സൃഷ്ടിക്കുന്നതിൽ പുസ്തകങ്ങളും വായനയും നൽകുന്ന സംഭാവന വളരെ വലുതാണ്. നമ്മുടെ തന്നെ ഗ്രാമങ്ങളിലൂടെ ഉള്ളറകളിൽ പോലും കടന്നു ചെന്ന് ഒരു ഗ്രന്ഥശാലയ്ക്കും പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ നൽകി അവയെ സംഘടിതവും അതോടൊപ്പം വ്യവസ്ഥാപിതമാക്കുന്നതിലും ജില്ലാ ലൈബ്രറി കൗൺസിൽ നടത്തുന്ന സാംസ്കാരിക ഇടപെടലുകളെ അഭിനന്ദിക്കുവാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. M നൌഷാദ് MLA മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മിനി കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം മേയർ ഹണി നിർവഹിച്ചു. ONVയുടെ ഛായാചിത്രം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ അനാച്ഛാദനം ചെയ്തു.
ഓഫീസ് ഉദ്ഘാടനം സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി VK മധു നിർവഹിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി D സുകേശൻ, ഡെപ്യൂട്ടി മേയർ SJN, സംസ്ഥാന ജില്ലാ ലൈബ്രറി കൌൺസിൽ ഭാരവാഹികൾ, അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. CPI ജന്മശതാബ്ദി ആഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. കൃഷ്ണപുരം സൗത്ത് ലോക്കൽ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മെറിറ്റ് അവാർഡുകളും വിതരണം ചെയ്തു. CPI കൃഷ്ണപുരം സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് CPIയുടെ ജന്മശതാബ്ദി ആഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചത്. മെറിറ്റ് അവാർഡുകളും വിതരണം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് S സോളമൻ ഉദ്ഘാടനം നിർവഹിച്ചു. പാർട്ടിക്ക് 100 വർഷം 100ാം പിറന്നാൾ നടക്കുന്ന ഈ സമയത്തെ പാർട്ടി സമ്മേളനത്തിന്റെ പ്രാധാന്യമാണ്. ഞാൻ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ ഇന്ന് അധിവസിക്കുന്ന രാജ്യം, കുട്ടികൾക്ക് വേണ്ടി കൂടി പറയുകയാണ്, ഇന്ത്യ ഇങ്ങനെ ഒരു ഭൂപടത്തിന്റെ കീഴിൽ ഇന്ത്യ എന്ന രാജ്യം രൂപപ്പെടുന്നതിന് ഒരുപാട് ത്യാഗം സഹിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനു മുമ്പ് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ രാജ്യം ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. ബ്രിട്ടന്റെ കോളനി ആയിരുന്ന ഒരു രാജ്യം അതിനെ മാറ്റി ഇന്നത്തെ ഭൂപടത്തിനുള്ളിൽ നിലനിൽക്കുന്ന ഇന്ത്യയായി മാറ്റുന്നതിന് ധാരാളം ത്യാഗം അക്കാലത്തെ ജനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ത്യാഗം സഹിച്ചവരുടെ കൂട്ടത്തിൽ ഒന്നാമത് നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന്. സെക്രട്ടറി AK സജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ്, പാർട്ടി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് N ശ്രീകുമാർ, മിൽമ ചെയർപേഴ്സൺ മണി വിശ്വനാഥ്, V പ്രശാന്തൻ, ഓച്ചിറ ചന്ദ്രൻ, N നസീർ, K ഗോപാലകൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അഞ്ചൽ ഐലറയിലാണ് സംഭവം. ആഴാത്തിപ്പാറ നിരപ്പിൽ റജി, ഭാര്യ പ്രശോഭ എന്നിവരാണ് മരിച്ചത്. തഴവ ഗ്രാമപഞ്ചായത്തിലെ കശുവണ്ടി ഫാക്ടറി പാവുമ്പ റോഡ് വെള്ളക്കെട്ടിൽ. യാത്ര ദുസ്സഹം. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും വാഹനങ്ങളോ ആംബുലൻസോ എത്തുന്നില്ല. കരുനാഗപ്പള്ളി കന്നേറ്റി ശ്രീനാരായണ ട്രോഫി ജലോത്സവം. ധനസമാഹരണത്തിന് തുടക്കമായി. രമേശ് ചെന്നിത്തല MLA ധനസമാഹരണം ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.